ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഓശാന പെരുന്നാൾ കൊണ്ടാടുന്ന ഈ നാളിൽ, പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങൾ കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രസിദ്ധമായ യാത്രയും വിവിധങ്ങളായ കോടതികളിലൂടെ കയറിയിറങ്ങിയുള്ള കർത്താവിനെ വിസ്തരിക്കുന്ന സംഭവങ്ങളും അവൻ്റെ പെസഹായും ദുഃഖവെള്ളിയും ഈസ്റ്ററും ആചരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളെല്ലാം. ഓശാന എന്ന ഈ ദിവസം, ഓശാന എന്ന വാക്ക് ദൈവത്തിന് മഹത്വം, കർത്താവേ വന്നാലും ദൈവസ്തുതി എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. ഓശാന ഞായറാഴ്ച ഈ സംഭവം എന്നോ ഒരു കാലത്ത് സംഭവിച്ച അല്ലെങ്കിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ പഴകി ജീർണിച്ച ഒരാവർത്തനമല്ല ഓശാന. അന്ന് കർത്താവ് തൻ്റെ ജെറുസലേമിലേക്കുള്ള ട്രയംഫൽ എൻട്രിയുടെ പ്രസിദ്ധമായ യാത്രയുടെ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മയാണ് ഓശാന. എന്നാൽ ഇത് പണ്ട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള വെറും ഓർമ്മയല്ല, പിന്നെ അനുദിന ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നതാണ് ഓശാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ സംഭവത്തിൻ്റെ ഉള്ളടക്കം എല്ലാവർക്കും അറിയാം. കർത്താവ് ജെറുസലേമിലേക്ക് യാത്രയാകാൻ പോകുമ്പോൾ അവൻ അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ട് ചെല്ലുവിൻ, അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കാണും, നിങ്ങളതിനെ അഴിച്ചുകൊണ്ട് വരുവൻ. അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് അഴിക്കുന്നത്, എന്തിനാണ് അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഞങ്ങളുടെ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. അപ്പോൾ വിട്ടയക്കും. ആ പറഞ്ഞതനുസരിച്ച് അവർ പോവുകയും കഴുതക്കുട്ടിയെ കാണുകയും അതിനെ അഴിച്ചുകൊണ്ട് വരികയും ചെയ്തു. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി. ആളുകൾ വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചു. ജനങ്ങളെല്ലാം അന്നത്തെ അവിടുത്തെ കൽപ്പവൃക്ഷമായിരുന്ന ഒലിവിൻ്റെ കൊമ്പുകളെടുത്ത് ഉച്ചത്തിൽ ഹോശന്ന 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 എന്ന് പാടി. ആ സംഭവത്തിൻ്റെ ആവിഷ്കാരമാണ് ഓശാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുവചനത്തിൽ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിന് 39, 40, 41 വാക്യങ്ങൾ, യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഇവയിലെല്ലാം ഇതിൻ്റെ വിശദമായ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓശാനയെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർത്തിരിക്കാനുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ഇത് ഒരു പ്രവചന നിവൃത്തിയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകളെല്ലാം കാലങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. കാൽവറി കുരിശിൽ നടന്ന ക്രൂശുമരണം പോലും 24 മണിക്കൂറിനിടയിൽ നടന്ന സംഭവങ്ങൾ പഴയ നിയമത്തിലെ 24 പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. സഖറിയ പ്രവചനം 9-ാം അധ്യായം 9ഉം 10ഉം വാക്യങ്ങളുടെ പൂർത്തീകരണമാണ് ഇന്ന് ഓശാനയിലൂടെ നടക്കുന്നത്. സഖറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, ജെറുസലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതയുടെ പുറത്തും കയറി വരുന്നു. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്, സഖറിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഹോശാനയിൽ നടന്നത്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക.
അവർ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിച്ചു. ഇതാ നിൻ്റെ രാജാവ് വരുന്നു. ഈ രാജാവിൻ്റെ പ്രത്യേകത സാധാരണ രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമാണ്. ഓരോ വാക്കും വിശദീകരിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, അവൻ കഴുതക്കുട്ടിയുടെ പുറത്ത്, പെൺകഴുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓശാന നമ്മെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു പ്രവചന പൂർത്തീകരണമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യൻ്റെയും പൊള്ളയായ വാക്കുകൾ ഇല്ലാതാകുന്നതും പൊള്ളയുമാണ്. എന്നാൽ ദൈവവചനം ലോകത്തിലെ സകലവും മാറിപ്പോയാലും, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും അവൻ്റെ വചനങ്ങൾ നിത്യമായി നിലനിൽക്കുന്നതാണ്. ഒരു പ്രവചനവും പൂർത്തിയാകാതെ പോയിട്ടില്ല. അതിലെ ചിലതൊക്കെ നടക്കുന്നു, ഇനി നടക്കാനുള്ള പ്രവചനങ്ങളാണ്. ഇവിടെ ഈ പ്രവചനം അന്ന് പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് ഒന്നാമത് ഇതൊരു പ്രവചന പൂർത്തീകരണമാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത്, അവിടെ തിരുവചനത്തിൽ പറയുകയാണ്, ഒരു പെൺകഴുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി എന്നാണ്. പെൺകഴുതയുടെ കുട്ടി എന്താണ്? എല്ലാ കഴുതയും പെൺകഴുതയുടെ കുട്ടിയല്ലേ? എല്ലാ കഴുതയും പ്രസവിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു പെൺകഴുതയല്ലേ? പിന്നെ ഇതെന്താണ് പ്രത്യേകം അങ്ങനെ പറയാൻ കാര്യം? പെൺകഴുതയുടെ കുട്ടി. നമ്മളൊക്കെ മനുഷ്യരെ, നമ്മളെല്ലാം ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും മകനാണ്, മകളാണ്. എന്നാൽ ഈ കഴുത പെൺകഴുതയുടെ കുട്ടി എന്ന് പ്രത്യേകം പറയാൻ കാര്യം, ലോകരക്ഷകനായ ക്രിസ്തു വാഹനമേറാൻ പോകുമ്പോൾ കർത്താവിനെ വഹിച്ച കഴുത ഒരു പെൺകഴുതയുടെ കുട്ടിയാണ്. ലോകരക്ഷകനായ ക്രിസ്തു ഈ ലോകത്തിൽ വാഹനമേറിയത്, അവനെ ഉൾക്കൊണ്ടത്, കർത്താവ് ഭൂമിയിലേക്ക് വന്നത്, ലോകത്തിന് അറിയപ്പെട്ടു വന്നത് ഒരു പെൺകഴുതയുടെ കുട്ടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ പറയുന്നത്, ക്രിസ്തുവിനെ പറയുന്നത് അവൻ സ്ത്രീയുടെ സന്തതിയാണ്, പുരുഷൻ്റെ സന്തതി എന്ന് പറഞ്ഞില്ല. എല്ലാവരും സ്ത്രീയുടെ സന്തതിയല്ലേ? നമ്മളൊക്കെ സ്ത്രീയുടെയും പുരുഷൻ്റെയും സന്തതിയാണെങ്കിൽ ക്രിസ്തു സ്ത്രീയുടെ സന്തതിയാണ്. അവൻ പെൺകഴുതയുടെ കുട്ടിയാണ്. ലോകത്തിലെ മനുഷ്യൻ്റെ ജന്മത്തിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് ലോകത്തിലേക്ക് വന്നത്, മനുഷ്യവേഷം എടുത്തത്, മനുഷ്യ ശരീരം പൂണ്ടത് പുരുഷനിൽ നിന്നുള്ള ഉൽപ്പാദനം കൊണ്ടല്ല, പിന്നെ സ്ത്രീയുടെ സന്തതിയായിട്ടാണ്. അതുകൊണ്ട് ലോകരക്ഷകനായ കർത്താവ് കഷ്ടമനുഭവിക്കാൻ, വേദന സഹിക്കാൻ അവന് ശരീരം കൊടുത്തത് മറിയാമെന്ന പെൺകഴുതയാണ്. അതുകൊണ്ട് അവൻ വാഹനമേറുന്ന കഴുതയും ഒരു പെൺകഴുതയുടെ കുട്ടിയായിരിക്കും. അതിന്മേലാണ് അവൻ വാഹനമേറിയത്. മൂന്നാമത് നമ്മൾ അവിടെ കാണുന്നൊരു കാര്യം, ആ കഴുതക്കുട്ടിയെ അഴിച്ചോണ്ട് പോരെ. അതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചാൽ പറയണം, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്. നമുക്ക് വളരെ അതിശയമായി തോന്നിയേക്കാം. ഒരാൾ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കാർ ഷെഡിൽ കിടക്കുന്ന കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഉടമസ്ഥൻ ചോദിക്കുന്നു, എന്ത് പണിയാടോ കാണിക്കുന്നത്? നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ കാർ എടുത്തുകൊണ്ട് പോകുന്നത്? ഞങ്ങളുടെ യജമാൻ ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. യജമാന് ആവശ്യമുണ്ടെങ്കിൽ യജമാന് വേറെ നോക്കാൻ പറയണം. പക്ഷേ ഇവിടെ പറയുകയാണ്, യജമാന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ വിട്ടയക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്കുണ്ട് എന്ന് പറയുന്നതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മളൊക്കെ അതിൻ്റെ സ്റ്റീവാർഡ്സ് മാത്രമാണ്, അതിൻ്റെ കാവൽക്കാർ മാത്രമാണ്, അതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. യജമാനന് ആവശ്യപ്പെട്ടാൽ ഏതു കഴുതയും വിട്ടുകൊടുത്തേ മതിയാകൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഉൽപ്പത്തി സംഭവത്തിലൂടെ പറയുന്നത്, ദൈവം തോട്ടമുണ്ടാക്കി, തോട്ടത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി, മനുഷ്യനെ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനും തോട്ടത്തിൽ വേല ചെയ്യാനും. എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവം മനുഷ്യന് കൊടുത്തില്ല. അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പോൾ ഉടമസ്ഥന് ആവശ്യമുള്ളത് ഏത് സമയത്തും ഉടമസ്ഥൻ തിരികെ എടുക്കാം.
ദൈവം നമുക്ക് മക്കളെ തന്നിരിക്കുന്നു, ദൈവം നമുക്ക് സമ്പത്ത് തന്നിരിക്കുന്നു, ദൈവം നമുക്ക് പല സംവിധാനങ്ങളും തന്നിട്ടുണ്ട്. ആ തന്നവന് ഏത് സമയവും അത് തിരിച്ചെടുക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ചോദ്യം ചെയ്യാതെ യജമാനൻ ചോദിച്ചാൽ വിട്ടുകൊടുക്കുന്ന കഴുതയുടെ ഉടമസ്ഥരായി തീരാൻ നമുക്ക് സാധിക്കണം. വീണ്ടും ഒരു കാര്യം കൂടെ ആ ഭാഗത്ത് ശ്രദ്ധിച്ചുകൊള്ളുക. കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് പോയി. അതിൻ്റെ പുറത്ത് കർത്താവ് കയറി. ആളുകളെല്ലാം വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചു. എല്ലാവരും ദഖലായുടെ കൊമ്പുകൾ, ഒലിവൃക്ഷത്തിൻ്റെ കൊമ്പുകൾ എടുത്ത് വീശി അവന് ഹോശന്ന പാടി. ഈ ജനത്തെ ആരും പിടിച്ചു നിർത്തിയതല്ല. നമ്മളിന്ന് സാധാരണ ജാഥകൾ കാണാറുണ്ട്, റാലികൾ കാണാറുണ്ട്. അത് സഭാതലത്തിലായാലും പാർട്ടി തലത്തിലായാലും ഇടവതലത്തിലായാലും ഒക്കെ നമ്മൾ പലപ്പോഴും റാസയും റാലിയും ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ ആരും ക്രമീകരിക്കാത്ത ജാഥയാണ് ഇവിടെ നടന്നത്. ആരും പിടിച്ചു നിർത്താത്ത ജാഥയാണ് ഇവിടെ നടന്നത്. ആരും ക്രമീകരിച്ചതല്ല, ആരും ആളെ പുറത്തുനിന്ന് ഇറക്കിയതല്ല, കൂലിക്കാളെ കൊണ്ടുവന്ന് നിരത്തി നിർത്തിയതല്ല. PR വർക്കിൻ്റെ ഭാഗമല്ല ഈ റാലി. ഇന്ന് എല്ലായിടവും ഇതാണ്, ആൾബലം കാണിക്കാനുള്ള PR വർക്കുകൾ. പക്ഷേ ഇത് ക്രിസ്തുവിൻ്റെ ഈ ഓശാനയിൽ ആരും പിടിച്ചു നിർത്താതെ തന്നെത്താൻ ഒഴുകി വന്ന ജനങ്ങളുടെ കൂട്ടമാണ് ഓശാനയിൽ കാണുന്നത്. താനേ വിരിയുന്ന പൂക്കൾക്ക് സൗരഭ്യം കൂടും, തല്ലി വിരിയിക്കുന്നതിന് സൗരഭ്യം ഉണ്ടാവില്ല. ഇത് താനേ വിരിഞ്ഞ പൂക്കളാണ്. ക്രിസ്തുവിന് ഓശാന പാടുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടല്ല. ക്രിസ്തുവിന് ഓശാന പാടുന്നത് പള്ളിയിലെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല. ക്രിസ്തുവിന് ഓശാന പാടുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വികാരമാണ്. കർത്താവിന് മഹത്വം എന്ന് പാടുവാൻ ഈ ഓശാനയിൽ നമുക്ക് സാധിക്കണം. ഇന്ന് ഇതോട് ചേർത്ത് അവർ അവിടെ ഉപയോഗിച്ച ഒലിവുമരത്തിൻ്റെ കൊമ്പുകളാണ് ഓശാനയ്ക്കായിട്ട് ഉപയോഗിച്ചത്. അവർ അത് വീശിയാണ് ഹോശന്ന എന്ന് പാടിയത്. ഈ പാട്ട്, ഓശാനയുടെ പാട്ടിൽ ഒലിവ് വൃക്ഷത്തെക്കുറിച്ചുള്ള ചില വാക്കുകൾ കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ധാരാളം ചിന്തകൾ ഓശാനയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഒലിവ് വൃക്ഷത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത 52-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിൻ്റെ ആലയത്തിലെ ഒലിവ് വൃക്ഷമായി തീരാൻ. 52-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. 52-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തെങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒലിവ് വൃക്ഷം പോലെയാണ്. ഞാൻ മനുഷ്യരായ നമ്മെക്കുറിച്ച് പറയുന്നതാണ്. ഒലിവ് വൃക്ഷം പലസ്തീൻ്റെ സമ്പദ്ഘടനയിൽ വളരെ ഉള്ളതാണ് ഒലിവ് വൃക്ഷം. ഒലിവ് മരത്തിന് പ്രാധാന്യം വളരെ വലുതാണ്. മലകളും കാടുകളും താഴ്വരകളും പാറക്കെട്ടുകളും ചൂട്, വെള്ളം കുറഞ്ഞ സ്ഥലം, നീരോട്ടമുള്ള എല്ലായിടത്തും വളരുന്ന വൃക്ഷമാണ് ഒലിവ് വൃക്ഷം. ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. അതിൽ ചുരുക്കമായ ചില വാക്കുകൾ ശ്രദ്ധിക്കാം. ഒലിവ് മരം ഇസ്രായേൽ ജനതയുടെ പ്രതീകമായിരുന്നു. റോമാലേഖനം 11-ാം അധ്യായം 17 മുതൽ 26 വരെ ഒലിവ് വൃക്ഷത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുടെ കാണാം. കാട്ടൊലിവായിരുന്ന നിങ്ങളെ അവൻ നാട്ടൊലിവോട് ഒട്ടിച്ചു. പുറജാതികൾ സ്വാഭാവികത കൊണ്ട് അവർ ദൈവത്തെ ഉപേക്ഷിച്ചവരാണ്. പക്ഷേ കാട്ടൊലിവായിരുന്ന ആ വൃക്ഷത്തെ ക്രിസ്തു എന്ന നാട്ടൊലിവോട് ഒട്ടിച്ചു. ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ കാട്ടൊലിവല്ല, പിന്നെ അത് നാട്ടൊലിവാണ്. വിശ്വാസികളായ നമ്മെ, കാട്ടൊലിവായിരുന്ന നമ്മെ അവൻ നാട്ടൊലിവോട് ഒട്ടിച്ചു. അതാണ് ക്രിസ്തു ശുശ്രൂഷ, അതാണ് കർത്താവിൻ്റെ ദൗത്യം. നമ്മെ നാട്ടൊലിവോട് ഒട്ടിച്ചു. ഇനി ഇതിൽ നിന്ന് വളർന്നു വരേണ്ടത് നാട്ടൊലിവിൻ്റെ ശിഖരങ്ങളാണ്. റബ്ബർ മരവും മറ്റു മരങ്ങളും ബഡ് ചെയ്യുന്നവർക്കറിയാം,
പുതിയ വൃക്ഷത്തിൻ്റെ ഭാഗം അതിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പഴയ ഭാഗത്തു നിന്ന് കിളിപ്പ് വന്നാൽ അത് വെട്ടിക്കളയും. കാരണം ഇനി നിന്നെക്കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒട്ടിച്ചു ചേർത്ത ആ വൃക്ഷത്തിൻ്റെ ഭാഗമാകണം എന്നാണ്. വിശ്വാസികളായി നമ്മെ ക്രിസ്തു തൻ്റെ ശുശ്രൂഷയാൽ കാട്ടൊലിവായിരുന്ന നമ്മെ അവൻ നാട്ടൊലിവോട് ഒട്ടിച്ചതാണ്. അതാണ് കർത്താവിൻ്റെ ശുശ്രൂഷ, അതാണ് ഈ ആശാഴ്ചത്തെ ശുശ്രൂഷ, അതാണ് അവൻ്റെ രക്ഷണ്യവേലയുടെ ശുശ്രൂഷ. മുമ്പേ വാഗ്ദത്തങ്ങൾക്ക് അന്യരായിരുന്നു നമ്മൾ. മുമ്പേ ഇസ്രായേൽ ജനതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വാക്യങ്ങളിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യാശയില്ലാത്തവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, ദൂരസ്ഥരായിരുന്നു, ശത്രുക്കളായിരുന്നു. അവൻ്റെ ദയയാൽ നമ്മെ ഒട്ടിച്ചു. ഇതാണ് ഈ നാട്ടൊലിവിൻ്റെ പ്രത്യേകത. ഈ നാട്ടൊലിവാൽ അവൻ ഒട്ടിച്ചു. പുറത്തായിരുന്ന നമ്മുടെ സ്ഥാനം ഇപ്പോൾ അകത്തായി. കാനാവിലെ കല്യാണ വിരുന്നിൽ അവിടെ പുറത്ത് വെച്ചിരുന്ന കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ പുറത്തിരുന്ന കൽപ്പാത്രങ്ങൾ അകത്തെ പാത്രങ്ങളായി മാറി. ഇതാണ് ക്രിസ്തു ശുശ്രൂഷയുടെ അടിസ്ഥാന പ്രമാണം. പുറത്തായിരുന്ന നമ്മെ അകത്താക്കുന്ന ദൈവം. ഇതാണ് ഒലിവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. 2, 52-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുകയാണ്, തഴച്ചു വളരുന്ന ഒലിവ്, ഞാൻ നിൻ്റെ ആലയത്തിലെ ഒലിവ് വൃക്ഷമാണ്, അത് തഴച്ചു വളരുന്നതാകണം. പൊതുവെ ഉയരം കുറഞ്ഞ മരമാണിത്, പക്ഷേ പുഷ്ടിയുള്ള തഴച്ചു വളരുന്ന ഒരു മരമാണ്. വിശ്വാസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ തഴച്ചു വളരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തഴച്ചു വളരുമെന്ന് പറഞ്ഞാൽ ധനവാന്മാരാകണമെന്നല്ല, അതിലുപരിയായി ആത്മീയമായി അപുഷ്ടിയുള്ളവർ, ആത്മീയമായി മെലിഞ്ഞവരായി പോകാനല്ല, ആത്മീയ പുഷ്ടിയുള്ളവരാകണമെന്നാണ്. ആത്മീയ പുഷ്ടി വേണമെങ്കിൽ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം. അങ്ങനെയാണ് പുഷ്ടി ഉണ്ടാകുന്നത്. തിരുവചനം ധ്യാനിക്കുന്ന, പഠിക്കുന്ന ദൈവമക്കൾ. വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇസ്രായേൽ ജനത വിശന്നു പരിയുമ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ മന്ന കൊടുത്തു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യം. ആ മന്ന അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല, നീ മന്ന പെറുക്കണം. ദൈവം ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഓരോരുത്തരും അത് പെറുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തരാൻ ഇവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഷോപ്പിൽ വന്നപ്പോണ്ടായില്ല, അത് പെറുക്കിയെടുക്കാൻ നീയും കുടുംബവും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരമുള്ള കാര്യങ്ങളിൽ നമ്മൾ പുഷ്ടിയുള്ളവരാകണമെങ്കിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അത് ഉള്ളിലാക്കുകയും ചെയ്യുന്നവർ ആകണം. വീണ്ടും പുഷ്ടിയുള്ളവരാകണമെങ്കിൽ സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ ഈ വൃക്ഷം, ഈ ഒലിവുമരം വളരുകയുള്ളൂ. മോളിൽ നിന്നുള്ള പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭവനങ്ങൾ വളരുകയുള്ളൂ. മോളിൽ നിന്നുള്ള പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം വളരുകയുള്ളൂ. മോളിൽ നിന്നുള്ള പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഭകൾ വളരുകയുള്ളൂ. മോളിൽ നിന്നുള്ള പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിലേക്ക് വളരാനാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഓശാന നാളിൽ ഒലിവിൻ്റെ കൊമ്പുകൾ കയ്യിലെടുത്തപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവേ, എന്നെ പുഷ്ടിയുള്ള ഒലിവ് വൃക്ഷമാക്കി മാറ്റാൻ സഹായിക്കണം. ആ പുഷ്ടിക്കുള്ളത് ചെയ്യാനും പ്രത്യേകം സാധിക്കേണ്ടതാണ്. വീണ്ടും അവിടെ ശ്രദ്ധിച്ച് നോക്കിയറിയാം, പരിചരണം നൽകിയാൽ നല്ല ഫലം കിട്ടും. ഇന്ന് പലപ്പോഴും പരിചരണമില്ലാതായി പോവുകയാണ്. പരസ്പര കൂട്ടായ്മയില്ല, പരസ്പരം പരിചരണമില്ല. ഈ പരിചരണമില്ലാത്തതുകൊണ്ട് പല ഒലിവ് വൃക്ഷങ്ങളും ശുഷ്കമായും ലോലമായും പോവുകയാണ്. പരസ്പര കൂട്ടായ്മയും പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും ആധ്യാത്മിക വളർച്ചയും ഇത് വരുത്തുന്ന ആ ഒരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പുഷ്ടിയുള്ള ഒലിവുമരമായി വളരുകയുള്ളൂ. വീണ്ടും ഒലിവുമരത്തെക്കുറിച്ച് കാണുന്ന അടുത്ത ചിത്രം, അത് ഫലം കായ്ക്കുന്ന വൃക്ഷമാണ്. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ പലതിലും ഫലമില്ല. പല വൃക്ഷങ്ങളും തഴച്ചു വളരും, പക്ഷേ അതിൽ ഫലമില്ല. നമുക്കറിയാവുന്നതുപോലെ കർത്താവ് പ്രത്യേകമായി
കടന്നുപോയി നോക്കുമ്പോൾ അതിൽ ബലം കാണും എന്ന് കരുതി ധാരാളം ഇലകളുള്ള വൃക്ഷം, പക്ഷേ അതിൽ ഫലം തിരിഞ്ഞു കണ്ടില്ല താനും. ധാരാളം ഇലകളുണ്ട്, കണ്ടാൽ തോന്നും ഫലമുണ്ടെന്ന്. വി ആർ ഷോയി ക്രിസ്ത്യൻസ്. ഷോ എല്ലാം ഉണ്ട്, ആരാധനയുണ്ട്, പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, പക്ഷേ ഉള്ളിൽ ഫലമില്ല. ഫലമുള്ള ഒലിവ് വൃക്ഷങ്ങളായി തീരാൻ അതാണ് ഓശാനയിൽ സാധിക്കേണ്ടത്. നമ്മുടെ ഷോ നിർത്തി അതിനകത്ത് ഫലമുള്ളതായി തീരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഓശാനയുടെ അർത്ഥതലം. വീണ്ടും ഒലിവ് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് ഈ ഒലിവിനെ ആദ്യമായി നമ്മൾ കാണുന്നത്. നോഹയുടെ പെട്ടകത്തിൻ്റെ സംഭവം പഠിക്കുമ്പോൾ നോഹയുടെ പെട്ടകത്തിലേക്ക് അവിടെ ജലപ്രളയമുണ്ടായി, എല്ലാ പ്രതിസന്ധിയായി, എല്ലാം തകർന്ന് എല്ലാം വെള്ളത്തിനടിയിലായി കഴിഞ്ഞപ്പോൾ അവസാനം നോഹ പുറത്തേക്ക് വിട്ട ജീവികളുടെ കഥ അറിയാം. ഒടുവിൽ നോക്കുമ്പോൾ കാണാം, ഇതാ പ്രാവ് വരുന്നു, അതിൻ്റെ വായിൽ ഒരു പച്ച ഒലിവില. ആ പച്ച ഒലിവില കണ്ടപ്പോൾ മനസ്സിലായി ജലപ്രളയം തീർന്നു. സമാധാനത്തിൻ്റെ പ്രതീകമാണ് ഈ ഒലിവ്. വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്, ഓശാനായിൽ ശ്രദ്ധിക്കേണ്ടത്, നാം സമാധാനത്തിൻ്റെ പ്രതീകങ്ങളാകണം. പ്രാവ് കൊണ്ടുവന്ന പച്ച ഒലിവില ഇന്ന് എല്ലായിടത്തും വെറുപ്പിൻ്റെ സന്ദേശമാണ്. ലോകത്തിലെല്ലായിടത്തും വെറുപ്പിൻ്റെ സന്ദേശം, ഭവനങ്ങളിൽ വെറുപ്പിൻ്റെ സന്ദേശം, സഭകളിൽ വെറുപ്പിൻ്റെ സന്ദേശം, നമ്മുടെ ഇടവുകളിൽ വെറുപ്പിൻ്റെ സന്ദേശം, കുടുംബങ്ങളിൽ വെറുപ്പിൻ്റെ സന്ദേശം, ഭാര്യയും ഭർത്താവും വെറുപ്പിൻ്റെ സന്ദേശം. ഈ ഓശാനയിൽ സംബന്ധിച്ച് നിങ്ങൾ കടന്നു പോകുമ്പോൾ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായി കടന്നു പോകണം. അതാണ് ഈ ഒലിവ് വൃക്ഷത്തിൻ്റെ അർത്ഥം. ഒലിവ് വൃക്ഷത്തിന് പകരം നമ്മളിന്ന് കേരളത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന കുരുത്തോലകൾ പിടിക്കുമ്പോൾ ഇത് ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രതീകമാണ്. അത് പിടിക്കുമ്പോൾ കർത്താവേ, ഞാൻ സമാധാനത്തിൻ്റെ പ്രതീകമായി തീരാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നിൻ്റെ വീട്ടിൽ സമാധാനത്തിൻ്റെ പ്രതീകം, നിൻ്റെ ഇടവകയിൽ സമാധാനത്തിൻ്റെ പ്രതീകം, നീ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ സമാധാനത്തിൻ്റെ പ്രതീകം. പ്രതിസന്ധികളുടെ പ്രശ്നങ്ങൾക്ക് വിത്തിടുന്നവരായി തീരാതെ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ പറഞ്ഞു, വെറുപ്പിൻ്റെ ചായക്കടയിൽ സ്നേഹത്തിൻ്റെ ചായ കൊടുക്കുന്ന ഒരു പ്രതീകം. വെറുപ്പിൻ്റെ പ്രതിഭാസങ്ങളുടെ ഇടയിൽ ദൈവികമായ അനുഭവത്തിലൂടെ കടക്കുമ്പോഴാണ് ഈ ഒലിവിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. വീണ്ടും 2-3 വാക്കുകൾ കൂടെ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഒലിവിൻ്റെ പ്രത്യേകത, ഒലിവ് എണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഒലിവെണ്ണ ഉണ്ടാകണമെങ്കിൽ ആ ഒലിവിലുണ്ടാകുന്ന കായ് തല്ലി ചതച്ച് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് തെളിവുള്ള എണ്ണ. നമ്മെ പ്രയോജനപ്രദമായ തെളിവുള്ള എണ്ണയാക്കി മാറ്റണമെങ്കിൽ കായ് തല്ലി ചതച്ച് വേദനപ്പെട്ട് ഉണ്ടായി വരുന്നതാണ്. ക്രിസ്തു ലോകത്തിന് വെളിച്ചം കൊടുത്തതിൻ്റെ കാരണം അവനെ തല്ലി ചതച്ച് അതിൽ നിന്ന് ഒഴുകി വന്ന നീരാണ് ലോകത്തിന് വെളിച്ചമുണ്ടാക്കാൻ ഉപയോഗിച്ച എണ്ണ. ലോകത്തിന് സാന്ത്വനം നൽകുവാൻ ഉണ്ടാക്കിയ എണ്ണ അങ്ങനെയാണ്. അവനെ തല്ലിച്ചതയ്ക്കുന്നതിൻ്റെയും അതിൽ നിന്ന് ഊറി വരുന്ന രക്തത്തുള്ളികളുടെയും കഥയാണ് ഈ ആഴ്ചയിൽ നാം ധ്യാനിക്കുന്നത്. ഒലിവെണ്ണ ഉണ്ടാകണമെങ്കിൽ കായ് തല്ലിച്ചതച്ച് വേദനപ്പെട്ട് തെളിവുള്ളതാകണം. നാം ആർക്കെങ്കിലുമൊക്കെ ആശ്വാസകരമാണെങ്കിൽ അല്പം ത്യാഗം സഹിക്കാനും വേദന സഹിക്കാനും ഭാരം സഹിക്കാനും ചില ചതവുകളേൽക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ അത് പ്രയോജനമുണ്ടാവുള്ളൂ എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും ഒലിവെണ്ണയെക്കുറിച്ച് പറയുന്നത് ലേവ്യ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ആലയത്തിൽ വിളക്ക് കത്തി നിൽക്കാൻ ഈ ഒലിവെണ്ണ ഉപയോഗിക്കണം എന്നാണ്. നിൻ്റെ ആലയത്തിൽ കത്തി നിൽക്കാൻ, നിൻ്റെ ആലയത്തിൽ വെളിച്ചം നൽകാൻ അവിടെ എണ്ണ കത്തി നിൽക്കണമായിരുന്നു. ആ എണ്ണ ശോഭയുടെ പ്രതീകമാണ്, അത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്, അത് അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്, അത് പ്രകാശത്തിൻ്റെ പ്രതീകമാണ്. ഒലിവെണ്ണ
കത്തി നിൽക്കാൻ, ആലയത്തിൽ കത്തി നിൽക്കാൻ അതാണ് സാധിക്കേണ്ടത്. അല്ലാതെ ആലയത്തിൽ അഭ്യാസം കാണിച്ച് കത്തി നിൽക്കുകയല്ല, ആലയത്തിൽ ഓരോ തരികിടകൾ കാണിച്ച് കത്തി നിൽക്കാനല്ല. നീ ദൈവിക പ്രകാശം ചൊരിയുന്ന തിരികളായി തീരാൻ പ്രത്യേകമായി സാധിക്കണം. അതിന് ഈ ഒലിവെണ്ണ ആവശ്യമുണ്ട്. 2 വാക്കുകൂടെ ശ്രദ്ധിച്ചാലറിയാം. നിത്യോപയോഗത്തിനും അഭിഷേക തൈലം ഉണ്ടാക്കാനും ഈ ഒലിവെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ അഭിഷേകത്തിനുള്ള തൈലം പരിശുദ്ധ മോറോൻ ഉണ്ടാക്കുകയാണ്. അതിനെല്ലാം ഉപയോഗിക്കുന്ന ബേസിക്കായിട്ടുള്ള എണ്ണ ഒലിവെണ്ണയാണ് ഇവിടെ. കാരണം ഇത് നിത്യോപയോഗത്തിനും അഭിഷേകമുണ്ടാക്കാനും അനേകരെ അഭിഷേകം ചെയ്യാൻ, അഭിഷിക്തരാകാൻ, ദൈവാത്മാവിൻ്റെ ആവാസമുണ്ടാകാൻ ഈ ഒലിവെണ്ണ ഉപയോഗിക്കുന്നു. നാമും അഭിഷിക്തരാണെന്നുള്ള ബോധത്തോടെ, ഈ അഭിഷേകം ചെയ്യപ്പെട്ടവരാണെന്നുള്ള ബോധത്തോടെ ഓശാന നാളുകളിൽ ജീവിതം ക്രമീകരിപ്പാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ, മുറിവിന് നല്ല ഔഷധം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ മുറിവ് കെട്ടുന്നവരായി തീരാൻ അവിടെ നല്ല ശമറായക്കാരൻ മുറിവേറ്റ് കിടന്നവൻ്റെ മുറിവിൽ എണ്ണ പകർന്നതായി കാണാം. അനേകരുടെ മുറിവ് ഉണക്കാൻ ഈ ഒലിവെണ്ണ പ്രയോജനപ്പെടും. സ്നേഹിതരെ, മറ്റുള്ളവരുടെ മുറിവ് ഉണക്കുന്നവരായി തീരാൻ, അവരുടെ മുറിവിൽ കുത്തി നോവിക്കുന്നവരായി തീരാതെ, ഈ ദഖിലായുടെ കമ്പ് പിടിക്കുമ്പോൾ, ഈ ഓശാനയിലെ കൊമ്പ് ഉയർത്തിപ്പിടിക്കുമ്പോൾ, ഈ ഒലിവുമരത്തിൻ്റെ കൊമ്പ് ഉയർത്തിപ്പിടിക്കുമ്പോൾ, ഈ ഒലിവിൻ്റെ സന്ദേശവും ഉള്ളിൽ പേറി സമാധാനത്തോടെ ദാവീദ് പുത്രന് ഹോശന്ന പാടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓശാനയുടെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.